പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മേ, ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. ഓ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, തെറ്റായ പഠനങ്ങളിൽ നിന്നും, ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ. ഞങ്ങൾ പുറത്തു സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ. ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദപരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്ങേ നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥിയായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷകയും സഹായവുമാക്കുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അമ്മയെ സ്വീകരിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അങ്ങേ തിരുക്കുമാരനോട് പരിശുദ്ധ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മാതാവായ പരിശുദ്ധ അമ്മേ, അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കന്യകയായ മാതാവേ, പ്രപഞ്ചത്തിൻ്റെ രാജ്ഞി, പാപികളുടെ അഭയകേന്ദ്രമേ, ഞാൻ അമ്മയെ സ്തുതിക്കുന്നു, അമ്മയെ ആരാധിക്കുന്നു. ഒരു ദാസൻ്റെ വന്ദനം എന്നത് ഇപ്പോൾ സ്വീകരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, കാനായിൽ ചെയ്തതുപോലെ എൻ്റെ എല്ലാ അപേക്ഷകളും യേശുവിനോട് അമ്മ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം യേശു എനിക്ക് ഏറ്റവും മികച്ചത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അപേക്ഷയിൽ പോലും അവൻ എൻ്റെ അപേക്ഷയെ മറികടക്കും. എന്നാൽ എനിക്ക് നൽകാൻ ഞാൻ ആവശ്യപ്പെടുത്ത മറ്റൊരനുഗ്രഹം ഇപ്പോൾ ചോദിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായി അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയുടെ മുൻപിൽ ഞങ്ങൾക്ക് ബലഹീനതയും നിസ്സഹായതയും തോന്നുന്നു. ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും പൂർണ്ണമായി ജീവിക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം അടിയന്തരമായി ആവശ്യമാണെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ മാതാവേ, എനിക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിനു വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവും ആവശ്യമായ എല്ലാ കൃപകളും, പ്രത്യേകിച്ച് രോഗശാന്തി കൃപയും നൽകുന്നതിന് അങ്ങേ പുത്രൻ്റെ കരുണയും അനുകമ്പയും ഈ നിമിഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യേശുവിനോടും മറിയത്തോടും സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ഈ നിമിഷം എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞാൻ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ദൈവസ്നേഹം ഏതൊരു രോഗത്തെക്കാളും കഷ്ടപ്പാടുകളെക്കാളും വലുതാണെന്നറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളുടെ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ, രോഗത്തെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. രോഗികളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖിതരുടെയും ആശ്രയമായ പരിശുദ്ധ മാതാവേ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനവും ശാന്തിയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ കുരിശിലെ കഷ്ടതയോടുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ വേദനയും കഷ്ടതകളും സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ഒരു വഴിപാടായി മാറട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ ഈ പോരാട്ടത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ദൈവസന്നിധിയിൽ എപ്പോഴും നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉറവിടമാക്കട്ടെ. അമ്മയുടെ സംരക്ഷണത്തിലും സഹായത്തിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടും നന്ദിയോടും കൂടി ദൈവത്തെയും മറ്റുള്ളവരെ സേവിക്കുവാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അനുഗ്രഹിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാഹരണമാണ് അവിടുന്ന്. ജീവിതത്തിൻ്റെ മഹത്വമുള്ള പരിശുദ്ധാമ്മേ, എൻ്റെ കുടുംബത്തിന് അമ്മയുടെ അനുഗ്രഹത്തിനായി അപേക്ഷിക്കുവാനുള്ള നന്ദിയും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ പരിശുദ്ധാമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഐക്യം ദൈവസ്നേഹത്താൽ ദൃഢീകരിക്കപ്പെടട്ടെ. ഞങ്ങൾക്കെപ്പോഴും ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കുവാനിടയാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. ഓ പരിശുദ്ധ ദീപമാതാവേ, ഞങ്ങളുടെ വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനും ഐക്യവും സന്തുഷ്ടവുമായ ഒരു കുടുംബമായി ഒരുമിച്ച് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടത അനുഭവിക്കുന്നവരുടെ സഹായകമായ പരിശുദ്ധാമ്മേ, ജീവിതത്തിലെ വെല്ലുവിളികളെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി എപ്പോഴും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, സുവിശേഷത്തോട് വിശ്വസ്തരായിരിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാക്കുവാനും മറ്റുള്ളവർക്ക് സേവനത്തിനായി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങളെ അനുഗമിക്കണമെന്നും ദൈവസന്നിധിയിൽ എപ്പോഴും നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബം എപ്പോഴും അനുഗ്രഹീതവും സന്തുഷ്ടവുമായിരിക്കട്ടെ.
ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കെപ്പോഴും അനുഭവപ്പെടട്ടെ. ദൈവത്തോടുള്ള ഭക്തിയുടെയും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും മഹത്വമുള്ള പരിശുദ്ധാമ്മേ, എൻ്റെ എല്ലാ വിശ്വാസത്തോടും കൂടി ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അമ്മയുടെ സഹായവും സംരക്ഷണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും വിടുവിക്കണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾ അനുനിമിഷം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കൃപയുടെ അമ്മി, ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിനായി സംഭാവന ചെയ്യാൻ കഴിയുന്ന മാന്യവും നീതിയുക്തവുമായ ജോലി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന, ജോലിയിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, എല്ലാവരെയും സഹായിക്കണമേ. അമ്മയുടെ സമർപ്പണത്തിൻ്റെയും എളിമയുടെയും മാതൃക പിന്തുടരുവാൻ ഞങ്ങൾ ഉത്സാഹത്തോടെയും സത്യസന്ധമായും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് സ്നേഹവും പരസ്പര ബഹുമാനവും കൊണ്ട് ഞങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ നല്ല ഒരു പിതാവായി, നല്ല ഒരമ്മയായി, ഒരു നല്ല മകനോ മകളോ, ഒരു നല്ല ഭർത്താവോ ഭാര്യയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമർപ്പണ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും മാതൃക എപ്പോഴും പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിദ്യാർത്ഥികളുടെയും കലാകാരന്മാരുടെയും രക്ഷാധികാരിയായ പരിശുദ്ധ മാതാവേ, ജ്ഞാനത്തിലും അറിവിലും വളരുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കുമായി ഞങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുവാൻ എപ്പോഴും കൂടുതൽ പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നപേക്ഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ലാളിത്യത്തിൻ്റെയും കൃതജ്ഞതയുടെയും മാതൃക എപ്പോഴും പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ കഴിവുകളും സമ്മാനങ്ങളും ഉദാരതയോടും വിനയത്തോടും കൂടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിലും വിശുദ്ധിയിലും പുണ്യത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. അമ്മയുടെ അചഞ്ചലമായ വിശ്വാസത്തിലും അമ്മയുടെ സഹോദരി സഹോദരന്മാരുള്ള അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്തിലും ദൈവഹിതത്തോടുള്ള അമ്മയുടെ വിധേയത്വത്തിലും അമ്മയുടെ വിനയത്തിലും ഞാൻ വിശ്വസിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ പാദം മറച്ചു കിടക്കുന്ന എല്ലാവരിലേക്കും സുവിശേഷ സന്ദേശം എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കൃപാസനം പ്രസാദപര മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അനുദിനം കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസപൂർവം ഭക്തിപൂർവം നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം ഈ പ്രാർത്ഥന ആവർത്തിച്ച് 4 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. ഒപ്പം നമ്മുടെ 4 നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന
പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ.